ഭയങ്കര വെയിലാണല്ലേ. ഞാൻ തണലത്തോട്ട് മാറി നിൽക്കാം. ബാക്കി വിശേഷങ്ങൾ അച്ഛൻ പറയുന്നതായിരിക്കും. അതിങ്ങനെ തകടം മറിഞ്ഞ് മുങ്ങി ചത്ത് വന്നപ്പോൾ വീർത്ത് കിടക്കും പെരേടകത്ത്. ഹായ്, എല്ലാവർക്കും കുടുകുടു വണ്ടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് നല്ല നട്ടുച്ച വെയിലിൽ നമ്മുടെ ഈ വൈക്കത്ത് തന്നെ മുട്ടുങ്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് നമ്മുടെ ഹിമാലയനുമായിട്ട് വന്നു. നമ്മൾ ഈ പാടത്തൂടെയൊക്കെ ഒന്ന് വണ്ടി ഓടിച്ചു. തിരിച്ച് വണ്ടി പാടത്തുനിന്ന് കരയിലേക്ക് കയറ്റാൻ നല്ലപോലെ ബുദ്ധിമുട്ടി. കാരണം ചെളിയായതുകൊണ്ട് ബാക്കിലത്തെ ടയർ നിന്ന് കറങ്ങുകയാണ്. അപ്പം അതൊക്കെ അവസാനം ഉന്തി തള്ളി കയറ്റി. മനോഹരമായ കാഴ്ചയാണ്. ഇവിടെയൊക്കെ വൈകിട്ട് വന്നു കഴിഞ്ഞാൽ മനോഹരമാണ്. നിങ്ങൾക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. നെല്ല് ഉണക്കാനിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ആണ് നാളെ നമ്മളൊക്കെ ഭക്ഷിക്കേണ്ട ആഹാരമാണ്. എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കുറച്ച് ചേട്ടന്മാർ ഇതാ ഈ വള്ളം ചരിച്ച് വയ്ക്കുകയാണ്. നെയ്യ് കൊടുക്കാനായിട്ട് വള്ളം ചരിച്ച് വയ്ക്കുകയാണ്. അടിപൊളിയൊരു വള്ളം. ഇത് പഴയ വള്ളമാണ്. അത് പഴയ വള്ളം പണിയിപ്പിച്ച് വെച്ചേക്കാണ്. അപ്പം നെയ്യ് ഓൾറെഡി കൊടുത്ത് വെച്ചേക്കാണ് അല്ലേ? ഇനിയിപ്പോൾ അടി കൊടുക്കാനുണ്ട്. മേല് കംപ്ലീറ്റ് കൊടുത്തേക്ക്. ഓ, ഇത് ചാളനെയ്യല്ലേ? ചളനെയ്യ് ഇത് എല്ലാ വർഷവും ചെയ്യേണ്ട പരിപാടിയാണ്. ഇതിപ്പോൾ എത്ര വർഷം കൂടി ചെയ്തേക്കണേ? ഇതിപ്പോൾ രണ്ടാമത്തെ വർഷം. ഇതൊന്ന് സൈഡിലേക്ക് മാറ്റാൻ പറ്റുമോ? ആഹാ, പൊളി. ഇതിനകത്ത് വരാല്, അണ്ടികളി, പിന്നെന്താ വരാല് അണ്ടികളിയാണ് ഇതിനകത്ത് കൂടുതലുള്ളത് അല്ലേ ഏട്ടാ? ഇത് എത്ര മണിക്കൂറത്തെ പരിപാടിയാണ്? ഇത് ഒരു 1.5 മണിക്കൂർ അല്ലേ? ആ, ഓ അതെ. നമ്മൾ ഇവിടെ ഈ വല ഇങ്ങനെ പതുക്കെ പൊക്കുകയാണ്. അതെ, ഇതിനകത്ത് മീനുണ്ട്. ഇതേ കണ്ടോ, പടക്കണ മീൻ, നല്ല പടക്കണ മീനൊക്കെ ഉണ്ടോ? ഇതിനകത്തുണ്ട് വരാലല്ലേ? വരാലുണ്ട്, അണ്ടികളിയുണ്ട്. ചേട്ടാ ഇത് എപ്പോഴാണ് പിടിച്ചിട്ടത്? ഇപ്പം പിടിച്ചിട്ട കാരി ഉണ്ടല്ലോ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഈ കാരിനെ കാണുന്നത്. കാര്യമുണ്ട് കേട്ടോ. കണ്ടാ പെട്ടക്കണ മീനൊക്കെ ഉണ്ടാ. അത് നിങ്ങൾ കഴിക്കാനുള്ള അടിക്കല്ലേ? നമ്മുടെ ഈ തൊട്ടയിലൊക്കെ ചേച്ചിക്ക് ഓപ്പറേഷനാണ്. അപ്പൊ ഇന്നലെ പുള്ളിക്കാരൻ വന്ന് പറഞ്ഞായിരുന്നു വരാതി ഓപ്പറേഷൻ ചെയ്യാൻ. ഓ, നല്ലതാണല്ലോ. അതിനുവേണ്ടി നിങ്ങൾ പിടിക്കാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ രാജാരാന്ന് പറഞ്ഞു. നല്ല കൂട്ടിയിട്ടൊക്കെ അച്ഛന് കുറേ ഓർമ്മകളുണ്ടെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. പാടത്ത് വരുമ്പോൾ ഓരോ കാഴ്ചകൾ കാണുമ്പോൾ അച്ഛൻ്റെ കുട്ടിക്കാലത്തെ കാര്യം അച്ഛൻ പറയാറുണ്ട്. അടിപൊളി. ഭയങ്കര വെയിലാണല്ലേ. ഞാൻ തണലത്തോട്ട് മാറി നിൽക്കാം. ബാക്കി വിശേഷങ്ങൾ അച്ഛൻ പറയുന്നതായിരിക്കും.
മല ഇങ്ങനെ കയറാൻ പറ്റുമോ അവിടെ പോയി കഴിഞ്ഞാൽ കയറാൻ പാടും മൊബൈൽ എടുത്ത് പോക്കറ്റിൽ മൊബൈൽ എന്തിനാ കുഞ്ഞു കള്ളു പറഞ്ഞോട്ടെ ഞാൻ പറയുമ്പോൾ തന്നെ അടച്ചോട്ട് രക്ഷ അത് കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇതൊക്കെ എങ്ങനെയെങ്കിലും എടുക്കാം തിരിച്ച് കയറ്റാൻ പറ്റണ്ടായി പോയി എന്തായാലും നല്ല കഷ്ടപ്പാടുകൂടെ പെട്ട് അപ്പോഴത്തേക്കും ഒന്ന് വേർത്ത് വെള്ളം കുടിക്കാനുള്ളൊരു ദാഹന്തേ നമ്മുടെ അമ്മച്ചി വെള്ളമൊക്കെ ആയിട്ട് ഒരു കാലം വെള്ളമൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് അമ്മച്ചിയുടെ പേരെന്താ? എൻ്റെ പേര് തങ്കമ്മ. തങ്കമ്മ. അമ്മ എത്ര വർഷം ഇവിടെ താമസിക്കാൻ? ഞങ്ങൾ വർഷങ്ങളായതാണ്. ആണല്ലേ, വർഷങ്ങളായി. നമ്മുടെ പ്രളയം എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ? എന്തുമാത്രം വെള്ളം കയറിയായിരുന്നു പ്രളയത്തിന്? ഈ ജനലാണ് പ്രളയത്തിൻ്റെ ഒരു അടയാളം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടുന്ന് പോയി ആ സമയം. പിന്നെ പ്രളയത്തിന് വെള്ളം പോയപ്പോൾ ആടുണ്ടായിരുന്നു. ആടിനിട്ടിട്ട് എങ്ങനെ പോകും? ആടിനെ ഈ അടുപ്പ് ഭാഗത്തിന്റെ പൊക്കത്ത് കെട്ടി. ഒരാളെ തള്ളേനെ മാത്രം കെട്ടിയിട്ടു, ബാക്കിയൊക്കെ അത് എന്നിട്ട് പുല്ലി എത്തിച്ചു കട്ടിലേറ്റേക്ക്. മറ്റൊരാട് ജീവിതമാണ് കേട്ടോ ഈ പറയണത്. പ്രളയത്തിന് ആട് വെള്ളത്തിറങ്ങി കിടക്കുകയല്ലേ, ചാടി പൊക്കത്തേക്ക് കയറണ്ടേ. അപ്പൊ ഈ കട്ടിലേക്ക് ചാടി കയറുമ്പോ ഈ കട്ടിൽ ചാടി കയറുമ്പോ കട്ടിലങ്ങ് മുങ്ങിപ്പോകും. 10-12 ദിവസം കിഴക്കേ നട കൊങ്ങിമാരുടെ അവിടെ ഇല്ല മുരങ്ങളങ്ങനെ അവിടെ ആശ്രമത്തിലായിരുന്നു താമസിച്ചത്. ആടിനെ കൊണ്ടുപോയോ അവസാനം? ആടിനെ ഞാൻ അവിടെ കിടന്ന് കരച്ചിലായിരുന്നു. 5-6 ഉണ്ട്. എന്നാ ചെയ്യും എന്നും പറഞ്ഞ് ഞാൻ കരഞ്ഞപ്പം ആൺപിള്ളേര് വാഴവനെ വര നീന്തി വന്നപ്പം ഈ വള്ളം കിടപ്പുണ്ടായിരുന്നു. ആ വള്ളത്തിൽ അവർ വന്ന് ആടിനെ എല്ലാത്തിനും വലിച്ച് വള്ളത്തെ കയറ്റി. ഇവിടെ ഇട്ടേക്ക്, ഇവിടെ നിന്ന് അങ്ങ് കയറുകയല്ല, ഇവിടെ വന്ന് കിടക്കുക. എന്നിട്ട് ഓരോന്ന് അടുപ്പത്തിന് അടിച്ചു കൊണ്ടുവന്ന് വള്ളത്തെ കയറ്റി ആ വീടില്ലേ ആ പൂരി ഇറക്കി ആ വീട്ടിൽ ഏണി വെച്ച് കയറി ഓരോരുത്തർ താഴത്തേക്ക് പിടിച്ച് ഒക്കെ നനഞ്ഞ് കുളിച്ച് നിൽക്കുക. ഷെഡൊന്നുമില്ല, ചുമ്മാ വാർക്കൻ്റെ മുകളിൽ. 3-4 ദിവസം നിന്ന്. ഈ വല്ലതും തിന്നാനുണ്ടായിരുന്നു? തിന്നാൻ എവിടെ നിന്ന് ചെത്താനാ? ഇതൊക്കെ കുടുംബ വെള്ളം കയറി കിടക്കുകയല്ലേ. ഈ മനുഷ്യനായാലും എങ്ങനെയെങ്കിലും നീന്തുമെങ്കിലും ചെയ്ത് ഇതിപ്പം ഇതിനെ കെട്ടിയിട്ടേക്കും അല്ലേ? ഒരെണ്ണത്തിന് കെട്ടിയിട്ട് ബാക്കി ഉള്ളതിനൊന്നും പോകാനും പറ്റുന്നില്ല. കെട്ടിയിട്ട് പോയപ്പം ആ ആട് കെട്ടിക്കിടക്കുകയല്ലായിരുന്നു, അതിങ്ങനെ തകടം മറിഞ്ഞ് മുങ്ങി ചത്ത് വന്നപ്പോ വീർത്ത് കിടക്കും പെരയുടെ അകത്ത്. ഒരെണ്ണം ചത്തുപോയി അവരുടേത് ഈ വടക്കയിലത്. എൻ്റെ പിന്നെ ഒന്നും ചത്തില്ല, പക്ഷെ തിന്നാണ്ട് കിടന്ന കാരണം ആളില്ലായിരുന്നു. എന്നിട്ട് ആ പെരയിൽ 2 തൈ അപ്പുറത്തുണ്ടായിരുന്നു, അതിങ്ങനെ നിന്നുകൊണ്ട് കയറി എത്തി വലിച്ചാണ് ഈ കുഞ്ഞുങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. കുഞ്ഞുങ്ങൾ ചെന്ന് അതിൻ്റെ ഓലയെല്ലാം കടിച്ചിന്. ഞാൻ വന്നപ്പം ആ തൈക്ക് ഓല ഇല്ല, ഇങ്ങനെ എത്തി നിന്ന് കടിച്ച് തിന്നു. അപ്പോൾ ഒരെണ്ണം കമ്പിയിൽ ചുറ്റി താഴെ തൂങ്ങി കിടക്കുന്ന കെട്ടി തൂങ്ങി. ചത്തില്ല. ദൈവമേ, ഒരുപാട് കഷ്ടത അനുഭവിച്ച പ്രളയ സമയത്തല്ലേ? മനുഷ്യനല്ല സാറേ, മിണ്ടാ പ്രാണികൾ അനുഭവിച്ചു. മക്കളെ പേരെന്താടാ? ആദിഷ്. ഇത് അഭിമന്യു. ഓ എൻ്റെ പൊന്നെ. ഷാനോൺ, അഭിനേഷ്. നമ്മുടെ ബൈക്ക് കയറ്റിത്തരാൻ സഹായിച്ച ആൾക്കാരാണ് കേട്ടോ ഇവരൊക്കെ. അമ്മ ഇവിടെ കണ്ട് പേടിച്ച് നിൽക്കുകയായിരുന്നു. അമ്മ ഈ വെള്ളം തിളപ്പിച്ചപ്പം ആലോചിക്കുകയായിരുന്നു ഇന്ന് ആരെങ്കിലും വരുമെന്നല്ലേ. അതെന്താ അങ്ങനെ തോന്നാൻ കാര്യം എന്ന് വെച്ചാൽ ചൂടല്ലേ മക്കളെ. അപ്പൊ ആരെങ്കിലും വരുമ്പോ നമ്മൾ ഇച്ചിരി വെള്ളം ഇല്ലെന്ന് എങ്ങനെ പറയും? മിക്ക സ്ഥലത്ത് ചെന്നാലും പറയും വെള്ളം ഇല്ലെന്ന് പറയും. എന്നാ തിളപ്പിച്ച വെള്ളം ഇല്ല, പച്ചവെള്ളം തരാന്ന് പറയും. ഈ വെയിലും കൊണ്ട് വന്ന ആൾ എങ്ങനെ കുടിക്കുക പച്ചവെള്ളം? അമ്മ എന്തായാലും ചുക്കിട്ടല്ലേ തിളപ്പിച്ചത്. ഇത്രയും വിജനമായ ഈ ഏരിയയിൽ ഒരു മനുഷ്യന് ഇങ്ങോട്ട് എത്തിയാല എന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലത്തിരുന്നുകൊണ്ടാണ് അമ്മച്ചി വിചാരിക്കുന്നത് ആരെങ്കിലും വന്നാൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കേണ്ടതെന്ന് അല്ലേ? അമ്മയുടെ ഓരോ കരുതൽ. വെള്ളമൊക്കെ കുടിച്ച് വയറ് നിറഞ്ഞ് നമ്മൾ സാധാരണക്കാരുടെ അടുത്ത് നിന്ന് കഴിഞ്ഞാലുള്ളൊരു ഏറ്റവും ഒരു ഗുണം എന്തെന്ന് വെച്ചാൽ അവർ നമ്മളെ 2 കൈ നീട്ടി സ്വീകരിക്കും. നമ്മൾ ചോദിക്കുന്നത് എന്തോ ഒരു തരും. എന്തായാലും ആഹാരം കഴിച്ച പോലെ വെള്ളം കുടിച്ച് വയറ് നിറഞ്ഞു. ഇത് ഇപ്പം 1 ഏക്കർ ഞങ്ങൾ കൊല്ലുവാണെങ്കിൽ 20 കിൻഡൽ നെല്ല്. 20 കിൻഡൽ നെല്ല് നമ്മളത് പുറത്തോട്ട് കൊടുക്കണം.
ഇവിടുത്തെ അരിയാണ് നമുക്ക് സപ്ലൈകോയിൽ വരുന്നത് അല്ലേ? അരിയാണ് സപ്ലൈകോ. ഇതെല്ലാം സപ്ലൈകോയ്ക്ക് ഇപ്പൊ നമ്മൾ നേരത്തെ അപേക്ഷ കൊടുത്ത് സപ്ലൈകോയുടെ സാക്ഷ്യം മേടിക്കും. അപ്പൊ ഇനി നെല്ലെടുക്കാൻ വരുമ്പോൾ അളന്ന് വെച്ച് നമ്മൾ ഏത് ബാങ്കിലേക്കാണ് കൊടുക്കണം ആ ബാങ്കിന്റെ അക്കൗണ്ടിൽ നമുക്ക് പൈസ വരും. അപ്പൊ ഇവര് PRS എന്ന് പറഞ്ഞത് എഴുതി തരും ഈ നെല്ലിന്റെ തൂക്കം. അതുകൊണ്ട് ബാങ്കിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു 20-25 ദിവസം കാശ് കിട്ടും. ഇങ്ങനെയാണ് അതിന്റെ പരിപാടി. എങ്ങനെയുണ്ട് വെയിൽ? എങ്ങനെയുണ്ട്? ഒരിഞ്ഞ വെയിലല്ലേ? ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ അവിടെ അവിടെ ശാലം വെള്ളക്കെട്ടും ഈ സൈഡിൽ വിഷയം കയറാതെ പോകും. അപ്പൊ ആ നെല്ലൊക്കെ നമ്മൾ ചായച്ച കിട്ടിയാൽ അപ്പൊ നമ്മൾ കരിവായ്ക്ക് പോയി മുന്നോട്ട് ഇട്ട് കൊടുക്കും. വിഷം മഞ്ഞ പുറക്ക് അങ്ങനെ ഇട്ട് കൊടുത്താണ് കൊയ്യണത്. ഇപ്പത്തെ നമുക്ക് അറിയാം അവിടെ ശാലം നിൽപ്പുണ്ട്. ഞാനത് കണ്ടില്ല. അത് കാരണം അതിന് ചെത്തി വിഷത്തേക്ക് കിട്ടും. നമ്മൾ അവിടെ കൊയ്യാൻ പോകുമ്പോൾ ഇത് കൊയ്തതിന്റെ കരിവായ്ക്ക് കൊയ്തതിന്റെ അവിടെ ചെന്ന് വെച്ചും വിഷത്തേക്ക് ഇട്ട് കൊടുക്കും. കഷ്ടപ്പാടാ. മൊത്തം എത്ര പേരുടെ പണിയുണ്ട്? സഹായിയാണല്ലേ? നല്ല കാറ്റുണ്ട് ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക്, ചൂടുണ്ട്. വൈകിട്ട് കഴിഞ്ഞാൽ നല്ല രസമല്ലേ? വൈകിട്ട് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 6 മാസം സ്വർഗമാണ്, പിന്നെ 6 മാസം നല്ല കഷ്ടപ്പാടാണ്. പിന്നെ വെള്ളവും മഴയും ദുരിതങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് ജീവിക്കുകയാണ്. കാരണം ഇപ്പോൾ ഇവിടെ തന്നെ പാടത്തിന് തൊട്ടടുത്താണ് ഈ വീട്. ഇതിൻ്റെ തറയുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ വലിയ ഹൈറ്റൊന്നുമില്ല. അതാ ഇവിടം വരെ വെള്ളം വരും. അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ ഈ സമയം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷകരമായ ഒരു സമയമാണ്. ഇത്തിരി ചൂട് ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ അത് സഹിക്കാൻ പറ്റുന്നതാണ്. കണ്ടോ അതിമനോഹരമായ പാടങ്ങളൊക്കെ കണ്ടോ? ഇതാണ് വൈക്കത്തിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു വൈകുന്നേര സമയം നോക്കി വൈക്കത്തോട്ട് ഇറങ്ങുകയാണെങ്കിൽ ഇതുപോലെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ കണ്ട് കുടുംബത്തോടൊപ്പം ചിലവഴിച്ചിട്ട് തിരിച്ചു വീട്ടിൽ പോകാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. ടാറ്റാ, താങ്ക് യു.